ഇത് നിലപാട് മാറ്റങ്ങളുടെ കാലമാണ്. ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്കുള്ള അനായാസ കൂടുമാറ്റം. ഇന്നലെ വരെ പിടിച്ച കൊടി വലിച്ചെറിഞ്ഞ് മറ്റൊരു കൊടിയും വേണ്ടി ജാഥയുടെ മുൻനിരയിൽ നിൽക്കാൻ യാതൊരു ഉളുപ്പും തോന്നാത്ത അവസ്ഥ. ഇങ്ങനെ ദിക്കും ദിശയും ഇല്ലാതെ മറുകണ്ഠം ചാടുന്ന നേതാക്കളെ ഏത് പാർട്ടിയായാലും ഇരുകൈയും നീട്ടി സ്വീകരിച്ചത് കൊണ്ട് എന്താണ് ഗുണം? കാരണം ഇവർ വീണ്ടും ഇറങ്ങേണ്ടത് ഇന്നലെ വരെ അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ച ജനങ്ങളുടെ ഇടയിലേക്കാണ്. വാക്കിന്റെയും നാക്കിന്റെയും നിലപാടിന്റെയും വില ജനം നല്ല പോലെ വിലയിരുത്തുക തന്നെ ചെയ്യും. നിലപാട് മാറ്റത്തിൽ എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ മത്സര രംഗത്തുണ്ട്. പ്രത്യയശാസ്ത്രം, രാഷ്ട്രീയ ബോധം, ജനാധിപത്യ മര്യാദ, ജനങ്ങളോടുള്ള പ്രതിബദ്ധത തുടങ്ങി പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ കേരളം കണ്ടും കേട്ടും പരിചയിച്ചും പോരുന്ന പ്രത്യേകതകൾ പൊടുന്നനെ അപ്രസക്തമാകുന്ന പരിഹാസ്യമായ അവസ്ഥ. ആശയപരവും പ്രത്യയശാസ്ത്രപരവും നിലപാടുകളുടെ അടിസ്ഥാനത്തിലും രാഷ്ട്രീയ പാർട്ടികൾ ഭിന്നിക്കുന്നതും പുതിയ പാർട്ടികൾ ഉണ്ടാകുന്നതും ഒക്കെ സ്വാഭാവികം തന്നെ. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടി എന്ന കേരള കോൺഗ്രസിനെ കുറിച്ച് അന്തരിച്ച KM മാണി നടത്തിയ പ്രശസ്തമായ പ്രയോഗം പോലും ഈ മാറി മറിയലുകളുടെ ആകത്തുകയാണ്. പക്ഷെ ഈ പിളർപ്പുകളും ഭിന്നിപ്പുകളും പരിശോധിച്ചാൽ വ്യക്തമാകുന്ന ഒരു കാര്യം, ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴോ ഒരു തെരഞ്ഞെടുപ്പ് തലേന്നോ ഉണ്ടായതല്ല. ചെറുതായി തുടങ്ങി ക്രമേണ വളർന്നു വന്ന അസ്വസ്ഥതകളുടെയോ വിയോജിപ്പുകളുടെയോ അഭിപ്രായ വ്യത്യാസങ്ങളുടെയോ ഒക്കെ പര്യവസാനമായിട്ടേ ഇതിനെയെല്ലാം കാണാൻ കഴിയൂ. CPM-ന്റെ പ്രൗഢമുഖങ്ങളായിരുന്ന MV രാഘവനും KR ഗൗരിയമ്മയും ഒക്കെ തട്ടകം വിടേണ്ടി വന്ന സാഹചര്യം, അതിലേക്ക് നയിച്ച കാരണങ്ങളുമൊക്കെ ഭൂതകാല രാഷ്ട്രീയത്തിലെ അടിവരയിട്ട് സൂക്ഷിക്കുന്ന അധ്യായങ്ങളാണ്. പല വേർപിരിയലുകളും പല ഒഴിവാക്കലുകളും പല പിന്മാറ്റങ്ങളും രാഷ്ട്രീയ സ്നേഹികളുടെ മനസ്സിൽ നൊമ്പരമായി അവശേഷിക്കുന്നതും ഇക്കാര്യങ്ങളിലെ ധാർമ്മിക അധാർമിക വശങ്ങളുടെ വിശകലനം കൊണ്ടുമാണ്. അവിടെ നിന്നുകൊണ്ട് ഇപ്പോഴത്തെ ചില കൂറുമാറ്റങ്ങളെ വിലയിരുത്തുമ്പോഴാണ് അതെല്ലാം ആശയപരമല്ല, അധികാരപരവും ആമാശയപരവും മാത്രമാണെന്ന് വ്യക്തമാകുന്നത്. കേരളത്തിലെ ഏറ്റവും കരുത്തനായ രാഷ്ട്രീയ ചാണക്യൻ ലീഡർ K കരുണാകരന്റെ മകൾ പത്മജിക്ക് കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് ചേക്കാറാൻ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ മറവ് മാത്രം മതിയായിരുന്നു. അന്നുവരെ BJP-യെ കുറിച്ച് പറഞ്ഞതെല്ലാം തൊള്ള തൊടാതെ വിഴുങ്ങി കണ്ണും തെളിച്ചാണ് BJP വേദിയിൽ അവർ സെന്റിമെന്റൽ പ്രസംഗം നടത്തിയത്. കേൾവിക്കാരുടെ തൊലി ചുളുങ്ങിയെങ്കിലും അവരുടെ മുഖത്ത് ചളിപ്പിന്റെ ലേശമില്ലായിരുന്നു. കോൺഗ്രസ് IT സെല്ലിന്റെ ചുമതലക്കാരനായിരുന്ന അനിൽ ആന്റണി, കോൺഗ്രസിന്റെ ആദർശ മുഖമായിരുന്ന AK ആന്റണിയുടെ മകൻ BJP തട്ടകത്തിലെത്തിയത് തീരെ ഓർക്കാപ്പുറത്തായിരുന്നു. ആ കൂറുമാറ്റത്തിന് ഒരു ലോക്സഭാ സീറ്റിന്റെ വിലയാണ് ഉണ്ടായിരുന്നത് എന്ന് പിന്നീട് രാഷ്ട്രീയ കേരളത്തിന് ബോധ്യമായി. KPCC ആസ്ഥാനത്ത് കേരളത്തിലെ കോൺഗ്രസിന് ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ കരുത്ത് കൂട്ടി നൽകാൻ ഏർപ്പെടുത്തിയ സംവിധാനങ്ങളുടെ തലപ്പത്തിരുന്ന വ്യക്തി ഡോക്ടർ സരീൻ. പാലക്കാട്ട് നിന്ന് തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഔദ്യോഗിക വസതി വരെ സഞ്ചരിച്ച സമയമേ വേണ്ടി വന്നുള്ളൂ കോൺഗ്രസ് പതാക വലിച്ചെറിഞ്ഞ ചെങ്കൊടിയെ പുണരാൻ. രഹസ്യമായി മനസ്സിൽ താലോലിച്ച നിയമസഭാ സീറ്റ് കൈവിടുന്നു എന്ന് ഉറപ്പായതോടെ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പ്രേമം അവസാനിച്ചു. ഇടത് വേദിയിലേക്ക് സ്വീകരിച്ച് മന്ത്രി MV രാജേഷും AK ബാലനും മറ്റു നേതാക്കളും ചേർന്ന് സ്ഥാനാർത്ഥിത്വത്തിന്റെ കേക്കിൻ കഷ്ണം വായിലേക്ക് തിരികെ കൊടുത്തപ്പോൾ അമ്പലപ്പുഴ പാൽപായസം കുടിച്ച സായുജ്യമായിരുന്നു സൈന്. തൊട്ടു മുന്നിലെ ദിവസം വരെ മുഴത്തിന് 3 എന്ന കണക്കിൽ CPM-നെയും മുഖ്യമന്ത്രിയെയും കളിയാക്കിയും കൊഞ്ഞനം കുത്തിയും പ്രസംഗിച്ച തിരുനാവ് ചുരുട്ടിമടക്കി അണ്ണാക്കിലൊതുക്കി. 2 പുലികളെ നഷ്ടപ്പെട്ട വേദനയിൽ കോൺഗ്രസ് പുളഞ്ഞു നിൽക്കുമ്പോഴാണ് BJP പാളയത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഒരു വിളി വരുന്നത്. CPM-ൽ നിന്ന് ആരെയെങ്കിലും അടർത്തി തിരിച്ചടിക്കുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് അറിയാവുന്ന കോൺഗ്രസ് നേതൃത്വം സന്ദീപ് വാര്യരെ വാരി പുണരാൻ തന്നെ തീരുമാനിച്ചു. തന്നെ പുണ്യാളനാക്കാനുള്ള സാക്ഷ്യപത്രവുമായി തുപ്പലിറക്കി വാതോരാതെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന MV ഗോവിന്ദനെയും AK ബാലനെയും ഒക്കെ തമസ്കരിച്ച് നേരെ MN സ്മാരകത്തിന്റെ കാലപ്പഴക്കം മനസ്സിലാക്കാൻ പോയി. ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടാതെ പരിക്ഷീണനായി മടങ്ങിയ വിശ്രാം ദേഹിക്ക് കോൺഗ്രസിന്റെ ഉള്ളു തുറന്നുള്ള വിളി ഉൾപ്പുളകമായി. തലേന്ന് വരെ ചാനൽ ചർച്ചകളിൽ CPM നേതാക്കളെയും മുഖ്യമന്ത്രിയെയും കോൺഗ്രസ് നേതാക്കളെയും രാഹുൽ ഗാന്ധിയെയും അറിയുന്ന പദങ്ങളെല്ലാം ഉപയോഗിച്ച് ആട്ടിക്കൊണ്ടിരുന്ന സന്ദീപിന് കോൺഗ്രസ് നൽകിയത് നാരങ്ങാ നീരായിരുന്നില്ല, ജീവിത രസായനമായിരുന്നു. ഇതെല്ലാം കണ്ട കേരളം വീണ്ടും അമ്പരന്നത് മറ്റു 2 മറുകണ്ഠം ചാട്ടം കൂടി അറിഞ്ഞപ്പോഴാണ്. ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് വളരെ പ്രതീക്ഷയോടെ CPM വളർത്തിക്കൊണ്ടുവന്ന യുവ നേതാവ് ബിപിൻ സി ബാബു കുറെ നാളുകളായി പാർട്ടി നേതൃത്വവുമായി പടല പിണക്കത്തിലായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം വരെ എത്തിയ ബിപിൻ മറുകണ്ഠം ചാടുമെന്ന സൂചന പാർട്ടിക്കുണ്ടായിരുന്നുവെങ്കിലും അത് BJP-യിലേക്കാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല.
ആകെ പകച്ചിരിക്കുമ്പോൾ അതാ വരുന്നു തലസ്ഥാന ജില്ലയിൽ മറ്റൊരു മറുകണ്ഠം ചാട്ടം. അവിടെയും നഷ്ടം CPM-ന്. മംഗലാപുരം ഏരിയ സെക്രട്ടറിയാണ് സമ്മേളനത്തിന് തൊട്ടുപിറ്റേന്ന് BJP നേതാക്കളെ വട്ടം പിടിച്ച് ചിരിതൂകി നിന്നത്.